ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല വ്ളോഗ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ വീട്ടിൽ തന്നെയുള്ള മൽബറി മരത്തിൽ നിന്നും പറിച്ച മൽബറി കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് പറിക്കാൻ പോവാം. അപ്പോൾ ഇതാ ഒരുപാട് പച്ചയൊക്കെ ഉണ്ട് കേട്ടോ, പച്ച മൽബറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തത് പറിച്ച് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ പച്ച നല്ല പുളിയാണ് കേട്ടോ, ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം പഴുത്തത് മാത്രം നോക്കി പറിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷികളൊക്കെ ഒരുപാട് കഴിക്കാറുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത്. ചെറിയ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ജ്യൂസ്. അപ്പം മുന്തിരി ജ്യൂസിൻ്റെയും സ്ട്രോബെറി ജ്യൂസിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടത്, നല്ല ഗുണമാണ്. അപ്പോൾ ഇനി തണുപ്പിനായിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. കസ്കസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാവങ്ങളുടെ സ്ട്രോബെറി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടത്. സ്ട്രോബെറിയുടെ അതേ ഗുണങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പിനുള്ള ജ്യൂസ് ഇതാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.